ആഫ്രിക്കൻ വംശജരായ സഹപ്രവർത്തകരിൽ നിന്നുള്ള ആക്രമണം ഭയന്ന് ഇവരിൽ പലരും 2 ദിവസമായി റോഡരികിലാണ് താമസം. ഖത്തറിലെ പ്രമുഖ ടാക്സി കമ്പനിയായ അൽ ഇജാറയിലെ 50ഓളം തൊഴിലാളികളാണ് ഇന്ന് രാവിലെ പരാതിയുമായി ഇന്ത്യൻ എംബസിയിലെത്തിയത്. ഒരേ കെട്ടിടത്തിൽ താമസിക്കുന്ന ആഫ്രിക്കൻ സഹപ്രവർത്തകരിൽ നിന്നുള്ള ആക്രമണം ഭയന്ന് കഴിഞ്ഞ 2 ദിവസമായി ഇവർ റോഡരികിൽ വാഹനം പാർക്ക് ചെയ്ത് അതിലാണ് ഉറങ്ങുന്നത്. ഇന്ന് രാവിലെ താമസ സ്ഥലത്ത് വെച്ച് വീണ്ടും ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇവർ പരാതിയുമായി എംബസിയിലെത്തിയത്. അപ്പൊ ഇവര് രാത്രി വെള്ളമടിച്ചിട്ട് റൂമിന് കല്ലെടുത്തെറിയാം, വലിയ ഇഷ്ടിക വെച്ച് എറിയാം. രാവിലെ 3 മണിക്ക് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോകുന്ന ആൾക്കാരെ ഒളിഞ്ഞെന്ന് കല്ലെടുത്തെറിയാം. ഇന്നലെ റൂം മൊത്തം അവർ അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തെ സ്കൈലൈൻ, പ്രോഗ്രസീവ് എന്നീ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് വൻതുക നൽകിയാണ് ഇവരിൽ പലരും കമ്പനിയിൽ ജോലിക്കെത്തിയത്. എന്നാൽ ലിമോസിൻ ഡ്രൈവർമാരായി ജോലിക്കെത്തിയ ഇവർക്ക് വാഗ്ദാനം ചെയ്ത വേതനമോ മറ്റ് സൗകര്യങ്ങളോ ലഭിക്കുന്നില്ല. റൂമിൽ 3 മാസം കിടത്തിയതാണ് ഞങ്ങൾ. എന്നിട്ട് പണിക്ക് അയച്ചപ്പോൾ നേരെ വണ്ടി തന്നിട്ട് ഡ്യൂട്ടി കയറി വർക്ക്. ഞങ്ങൾക്ക് ഖത്തറെ കുറിച്ച് ഒരു അറിവുമില്ല. കസ്റ്റമർക്ക് വഴി വെച്ച കസ്റ്റമർ ഞങ്ങളോട് ചൂടാകാം. ചില കസ്റ്റമർ പൈസ തരാണ്ട് ഓടിപ്പോകുന്നുണ്ട്. ഈ തൊഴിലാളികളുടെ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ശശികുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. HR മാനേജറോടും HR ഓപ്പറേഷൻ മാനേജർ തമ്മിലാണ് അതോട് സംസാരിച്ചു. പിന്നെ HR മാനേജർ എന്ന് പറയുന്ന അവരുടെ ഒരു മെസ്സിയാണ്, അവരോട് സംസാരിച്ചു. ഖത്തറിൽ തൊഴിൽ നിയമങ്ങൾ ശക്തമാണെങ്കിലും അധികൃതരുടെ കണ്ണുവെട്ടിച്ച് നടത്തുന്ന ഇത്തരം അവകാശ ലംഘനങ്ങൾ ദുരിതത്തിലാക്കുന്നത് കടം വാങ്ങിയും കിടപ്പാടം വിറ്റും ഗൾഫിലെത്തുന്ന സാധാരണക്കാരായ തൊഴിലാളികളെയാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യൻ എംബസിയുടെയും തൊഴിൽ മന്ത്രാലയത്തിന്റെയും അടിയന്തരമായ ഇടപെടലുണ്ടാവണം. അൻവർ പാലേരി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദോഹ. ഖത്തറിൽ സ്വകാര്യ ആശുപത്രികൾക്കുള്ള നിയന്ത്രണം കർശനമാക്കുന്നു. ഇതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിൽ വിവിധ ചികിത്സകൾക്കായി എത്തുന്നവരിൽ നിന്നും ഇനി മുതൽ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന ഫീസ് മാത്രമേ ഈടാക്കാനാവൂ. പുതിയ നിയമമനുസരിച്ച് വിവിധ ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമേ ഇനി മുതൽ ലൈസൻസുകൾ പുതുക്കി നൽകുകയുള്ളൂ. മന്ത്രാലയം നിർദ്ദേശിക്കുന്ന ഫീസ് നിരക്കുകൾ പാലിക്കുകയും രോഗികൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ പരസ്യമായി പ്രദർശിപ്പിക്കുകയും വേണം. വിവിധ സേവനങ്ങൾക്ക് ഓരോ ആശുപത്രിയും ഈടാക്കുന്ന നിരക്കുകൾ ആരോഗ്യ മന്ത്രാലയത്തിൽ സമർപ്പിച്ച് അനുമതി വാങ്ങേണ്ടതാണ്. ആശുപത്രികളിൽ ലഭ്യമായ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മന്ത്രാലയത്തെ വിശദമായി തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഓരോ സേവനത്തിനും സ്വകാര്യ ആശുപത്രികളിൽ നൽകേണ്ട നിരക്കുകൾ എത്രയൊക്കെയാണെന്ന് സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡെന്റൽ ക്ലിനിക്കുകൾ ഉൾപ്പെടെ പല സ്വകാര്യ ആശുപത്രികളും രോഗികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ആരോഗ്യ മേഖലയിൽ സ്വകാര്യ ആശുപത്രികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മത്സരം രോഗികളുടെ ഉന്നമനത്തിനു വേണ്ടിയാണെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദോഹ. ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിന്റെ വിഷു മെഗാ ഷോയായ വിഷു കൈനീട്ടം ദുബായിൽ നടന്നു. സംഗീത സംവിധായകൻ M. ജയചന്ദ്രനെ ചടങ്ങ്